ഒരുപാട് ആളുകൾ ഖബറിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കൂടെയുള്ളായിരുന്നു, നമ്മൾ കണ്ടിരുന്ന ആൾക്കാർ നമ്മൾ കാണാതാവും. നമ്മൾ ഖബറിലേക്ക് പോകും. 2-3 ദിവസക്കാരെങ്കിലൊക്കെ ഓർത്ത് നിന്ന് വരും, പിന്നെ അങ്ങ് മറന്നുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എൻ്റെ ദാസനെ നിന്നെ ഞാൻ പടച്ചു, നിന്നെ ഞാൻ ബഹുമാനിച്ചു, നിനക്ക് ആവശ്യമുള്ളത് മുഴുവനും ഞാൻ നിനക്ക് തന്നു. ആകാശഭൂമികളിലുള്ള സർവ്വതും നിനക്ക് സർവീസിന് വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തത്? അല്ലാഹു തആല ചോദിക്കും. കുട്ടികൾക്ക് വരുമാനത്തിന് അത് ചെയ്തു, നിനക്ക് ജീവിക്കാൻ ഇതിനൊക്കെ ചെയ്തു, എനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു? അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മുഅ്മിനായൊരു മനുഷ്യനോട് നീ സ്നേഹം പ്രകടിപ്പിച്ചുവോ? അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നവരോട് ഹൃദയത്തിനുള്ളിൽ ഒരു നീരസമെങ്കിലും നിനക്ക് തോന്നിയോ? അള്ളാഹുവിനെ സംബന്ധിച്ച് മോശപ്പെട്ടത് പറയപ്പെടുമ്പോൾ നമുക്കൊരു വേദന തോന്നിയിട്ടുണ്ടോ? നിനക്ക് ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നീ എന്താണ് ചെലവഴിച്ചത്? അള്ളാഹു തആല ചോദിക്കും. നിന്റെ സമയത്തിൽ നിന്ന്, മിൻ വഖ്തിക്, നിന്റെ സമയത്തിൽ നിന്ന് എന്താണ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത്? നിനക്ക് അള്ളാഹു നൽകുന്ന പവർ, കഴിവ്, സ്വാധീനം, എന്തെങ്കിലും അള്ളാഹു വേണ്ടി നീ ചെയ്തിട്ടുണ്ടോ? ഒരു മിസ്കീന് നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? വിധവകളായ പെണ്ണുങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ടോ? യതീമുകളായ കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനോട് എന്താ പറയണ്ടാവുക? നമുക്ക് എന്ത് മറുപടിയാണ് റബ്ബിന് മുമ്പിൽ കൊടുക്കാനുണ്ടാവുക? ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ചോദ്യം വരുമ്പോൾ